തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച അവന്തികയും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഓഡിയോ ഇന്നലെ രാഹുൽ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ അവന്തികയുടെ ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ്. പക്ഷേ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ വന്നതിന് പിന്നാലെ കൂടുതൽ പ്രതികരണം രാഹുലിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്താണ് രാഹുലിന്റെ അടുത്ത സ്റ്റെപ്പ് എന്നതും വളരെ ആകാംക്ഷയുള്ള ഒന്നാണ്. രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. സി കെ അബ്ലാൽ പത്തനംതിട്ടയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകും. ഒരേ സമയം 4 തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവാദം കത്തിപ്പടർന്ന് 6ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും അത് ശമിപ്പിക്കാൻ പാകത്തിന് എന്തെങ്കിലും പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം മുൻപേ അത് തുറന്നു പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുൻപിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ആരോപണ വിധേയനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ട വേളയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നും കൂടുതൽ തെളിവുകളും പുറത്തുവിടുമെന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചുവെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടതേയില്ല. ഗർഭഛിദ്രമടക്കം ഉള്ള പ്രധാനപ്പെട്ട ലൈംഗിക ആരോപണ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതുമായി ഉയർന്ന ചോദ്യങ്ങളോട് അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിൻ്റെ മുണ്ടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിയ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് സന്ദർശകരായി എത്തി. രാവിലെ എത്തിയവരിൽ നല്ലൊരു പങ്ക് ആളുകൾ അദ്ദേഹത്തെ സ്വകാര്യമായി കണ്ടു മടങ്ങിയെങ്കിൽ ഉച്ചതിരിഞ്ഞ് 3:45 വീട്ടിലെ ഓഫീസ് മുറിയിൽ വന്ന് പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും അദ്ദേഹം കാണുകയാണ് ഉണ്ടായത്. 10 മിനിറ്റ് സമയം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വീടിൻ്റെ ഉള്ളിലെ മുറിയിലേക്ക് മടങ്ങുന്ന സ്ഥിതിയുണ്ടായി. പത്തനംതിട്ടയിലെ പൊതുവായ സ്ഥിതി വിലയിരുത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. പക്ഷേ പാലക്കാട് അത് കത്തിപ്പടരുകയാണ്. പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്ക് പുറമെ അവരുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെ വ്യത്യസ്തമായ സമര പ്രതിഷേധ മാർഗങ്ങളുമായി തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പാലക്കാടേക്കുള്ള യാത്ര തൽക്കാലം രാഹുലിൻ്റേതുണ്ടാവുകയില്ല. മറിച്ച് അദ്ദേഹം അടൂരിലെ വീട്ടിൽ തന്നെ തുടരാനാണ് സാധ്യത. സ്ഥിതിഗതികൾ കുറച്ചുകൂടി മെച്ചപ്പെടുന്നു എന്ന വിലയിരുത്തൽ വരുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും പാലക്കാടേക്കുള്ള യാത്ര. പക്ഷേ പാലക്കാട് രാഹുൽ കാലുകുത്തിയാൽ രാഹുലിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJPയും CPM. ശരി, അഭിലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഇന്നും നമ്മൾ കണ്ടത്.